ഹായ്, സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസർ യൂണിറ്റ് 3 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 2 അവസാന ഭാഗമായിട്ടുള്ള തെർമിസ്റ്റോണും അതേപോലെ റേഡിയേഷൻ ബയോമീറ്റർ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും അതൊക്കെ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മുകളിൽ ലിങ്കിൽ പോയിട്ട് അതൊന്ന് കാണാം. ഓക്കെ, ഇന്ന് നമ്മൾ ഈ തേർഡ് മൊഡ്യൂളിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പ്രഷർ ട്രാൻസ്ഡ്യൂസർ. എന്താണ് പ്രഷർ ട്രാൻസ്ഡ്യൂസറും അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള മാനോമീറ്ററും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു ബേസ് ആയിട്ടൊരു കാര്യം പറയുന്നത്, പ്രഷർ ട്രാൻസ്ഡ്യൂസർ നമ്മൾ ഇപ്പോഴാണ് ഈ പേരിൽ പറയുന്നതെങ്കിലും തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത റെസിസ്റ്റൻസ് ടൈപ്പിൽ, അതേപോലെ കപ്പാസിറ്റൻസ് ടൈപ്പിൽ, ഇൻഡക്ടൻസ് ടൈപ്പിലൊക്കെ അതിലൊക്കെ വർക്കിങ്ങിൽ എന്ത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ അതിലൊക്കെ എന്തുണ്ട്, പ്രഷേഴ്സ് മെഷർ ചെയ്യാനുള്ള ട്രാൻസ്ഡ്യൂസർ ഉണ്ട്. സോ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയില്ല. നിങ്ങൾ ആ ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുള്ളൂ. അത് നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സുകൾ ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് നേരിട്ട് എന്തൊക്കെയാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് നോക്കാം നമുക്ക്. സോ പ്രഷർ ട്രാൻസ്ഡ്യൂസർ ഇപ്പോൾ പേരിൽ തന്നെ ഉണ്ട്. സോ ഇറ്റ് ഈസ് നെയിംഡ് അല്ലെ, പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് സെൻസിങ് അല്ലെങ്കിൽ അത് കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ആണ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ നമ്മൾ പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിക്വിഡിന്റെ ഒരു ഗ്യാസിന്റെ ഒക്കെ പ്രഷർ നമുക്ക് പല സമയങ്ങളിൽ മെഷർ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പം ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അല്ലെ. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നത് ഒരു ടയർ അല്ലേ, വണ്ടിയുടെ ഒക്കെ വെഹിക്കിൾസിന്റെ ടയറിലെ പ്രഷർ ചെക്ക് ചെയ്യുന്നുണ്ടല്ലേ. ഒരു നിങ്ങൾ പമ്പിലൊക്കെ പോയി അല്ലെങ്കിൽ അവിടെ ഈ പഞ്ചർ ഒട്ടിക്കുന്ന കടയിലൊക്കെ പോയാൽ കാണാം അല്ലെ, ഒരു മീറ്റർ ഉണ്ടായിരുന്നില്ല, അത് വെച്ചിട്ട് അവർ പ്രഷർ മെഷർ ചെയ്യാറുണ്ട്. സോ ഒരു പ്രഷർ ട്രാൻസ്ഡ്യൂസർ ആണത്. സോ അങ്ങനത്തെ ഒരുപാട് ഡിവൈസുകളാണ് ഇതിൽ വരുന്നത്, പ്രഷർ മെഷർ ചെയ്യാനുള്ളത്. അത് ആ ടയറിന്റെ ഉള്ളിലെ പ്രഷറാണ് അവിടെ അയാൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, നോക്കാം എന്തൊക്കെയാണുള്ളത്. പ്രഷർ ഈസ് യൂഷ്വലി സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. സോ ഒരു യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണ് നമ്മൾ പ്രഷറായിട്ട് മെഷർ ചെയ്യുന്നതിന് ഡിഫൈൻ ചെയ്യുന്നതാണ്. എ പ്രഷർ ട്രാൻസ്ഡ്യൂസർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് പ്രഷർ ഇൻ ടു ആൻ അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നൽ. സോ നമുക്കൊരു പ്രഷറിനെ എന്താക്കി മാറ്റാം, ഒരു അനലോഗ് സിഗ്നൽ ആക്കി മാറ്റും, അല്ലെങ്കിൽ പ്രഷർ നമ്മൾ മെഷർ ചെയ്യണം. അതിനുള്ള ഒരു ഡിവൈസ് ആണ് എന്ത്, പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. എ പ്രഷർ ട്രാൻസ്ഡ്യൂസർ ഈസ് എ ഡിവൈസ് ഫോർ പ്രഷർ മെഷർമെന്റ് ഓഫ് ഗ്യാസസ് ഓർ ലിക്വിഡ്. യൂഷ്വലി നമ്മൾ ഗ്യാസിന്റെ അല്ലെങ്കിൽ ലിക്വിഡിന്റെ ഒക്കെയാണ് പ്രഷർ സാധാരണ ഇതുപോലെ മെഷർ ചെയ്യുക. അതേപോലെ ഹൈറ്റിൽ അല്ലെ, കുറെ ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഹൈറ്റ് കൂടുമ്പോൾ പ്രഷർ വ്യത്യാസം വരുന്നുണ്ടായി, അല്ലെങ്കിൽ ഒരു ഡീപ്പിലേക്ക്, അതായത് സീയുടെ ഒക്കെ ഡീപ്പിലേക്ക് പോകുമ്പോൾ അവിടെ പ്രഷർ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്താവശ്യം ഉണ്ടാവും, പ്രഷർ മെഷർ ചെയ്യേണ്ടി വരും. അവിടെയൊക്കെയാണ് നമ്മൾ ഈ സാധാരണ ഈ ഡിവൈസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ പ്രഷർ ട്രാൻസ്ഡ്യൂസർ ക്യാൻ ആൾട്ടർനേറ്റ്ലി ബി കോൾഡ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ, പ്രഷർ ട്രാൻസ്മിറ്റർ, പ്രഷർ സെൻഡർ, പ്രഷർ ഇൻഡിക്കേറ്റർ, ഇസോമീറ്റർ, മാനോമീറ്റർ, ഇങ്ങനെ എല്ലാ പേരിലും ഈ പ്രഷർ സെൻസർ അല്ലെങ്കിൽ പ്രഷർ ട്രാൻസ്ഡ്യൂസർ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ടൈപ്പ് ഓഫ് പ്രഷർ മെഷർമെന്റ്, നമ്മൾ എങ്ങനെയാണ് പ്രഷർ മെഷർ ചെയ്യുന്നതനുസരിച്ച് ഡിഫറെന്റ് ടൈപ്പിൽ നമുക്ക് ഈ ട്രാൻസ്ഡ്യൂസർ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് നോക്കാം നമുക്ക്. Pressure sensor can be classified in terms of pressure range they measure, temperature range of operation, and most importantly the type of pressure they measure. So ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. Pressure sensor are variously named according to their purpose, but the same technology may be used under different names. So അതിന്റെ പർപ്പസിനനുസരിച്ച് നമുക്ക് ഈ പ്രഷർ സെൻസറിനെ ഡിഫറെന്റ് കാറ്റഗറി അല്ലെങ്കിൽ ഡിഫറെന്റ് പേരിൽ വിളിക്കാം. സോ ഡിഫറെന്റ് ടെക്നോളജി തന്നെ ഡിഫറെന്റ് നെയിംസിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അറിയപ്പെടുകയും ചെയ്യാം. സോ പ്രഷർ ഈസ് മെഷർഡ് ഇൻ 3 ഫോർമാറ്റ്സ്. നമ്മൾ യൂഷ്വലി പ്രഷർ മെഷർ ചെയ്യുന്നത് 3 ഫോർമാറ്റ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. അബ്സല്യൂട്ട് പ്രഷർ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ പ്രഷർ ദാറ്റ് ഈസ് റിലേറ്റീവ് ടു ദ സീറോ പ്രഷർ ഇൻ വാക്യൂം. ഓക്കെ, അപ്പോൾ ആദ്യം പ്രഷർ നമ്മൾ മെഷർ ചെയ്തത് ആക്ച്വലി എപ്പോഴും ഒരു റിലേറ്റീവ് ടേംസിലാണ്, ഒരു കമ്പാരിസൺ മോഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രഷർ മെഷർ ചെയ്യാറുള്ളത്. ഓക്കെ, അതായത് പ്രഷർ മെഷർ ചെയ്യുന്നത് എപ്പോഴും ഒരു കമ്പാരിറ്റീവ് മെത്തേഡിലാണ്, കമ്പാരിസൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക പ്രഷർ മെഷർ ചെയ്യാറുള്ളത്. അപ്പം അതിൽ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിൻ്റെയാണോ പ്രഷർ അളക്കേണ്ടത് അതിന്റെ പ്രഷറും അത് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷർ എന്താണ്, വാക്യൂം പ്രഷർ, അതായത് സീറോ പ്രഷർ ഉള്ള സിറ്റുവേഷൻ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള വ്യത്യാസം നോക്കിയിട്ട് നമ്മൾ എന്ത് കാണുകയാണ്, പ്രഷർ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയും. ഓക്കെ, സോ ഇറ്റ്സ് എ പ്രഷർ ദാറ്റ് ഈസ് റിലേറ്റീവ് ടു ദ സീറോ പ്രഷർ ഇൻ വാക്യൂം. അപ്പം അവിടെ പ്രഷർ അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്
നമ്മൾക്ക് എന്തിൻ്റെയാണോ പ്രഷർ അളക്കേണ്ടത് അതും കമ്പാരിസണിനോട് ഉപയോഗിക്കുന്നത് എന്താണ്? വാക്വം പ്രഷർ, അതായത് സീറോ പ്രഷർ സിറ്റുവേഷൻ. അപ്പം സീറോ പ്രഷറും ആ പെർട്ടിക്കുലർ ഡിവൈസിൽ ആ പെർട്ടിക്കുലർ സിറ്റുവേഷൻ നമുക്ക് അളക്കേണ്ട പ്രഷറും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് പ്രഷർ അളക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയും. സോ റിലേറ്റഡ് ടു വാക്വം ഓർ സീറോ പ്രഷർ സിറ്റുവേഷൻ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ പ്രഷർ അളക്കുക. രണ്ടാമത്തത് ഗേജ് പ്രഷർ. ഇറ്റ്സ് എ പ്രഷർ റിലേറ്റീവ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് നമ്മളെ ടെമ്പറേച്ചർ, അതായത് അറ്റ്മോസ്ഫിയറിക്കുള്ള പ്രഷർ, ടെമ്പറേച്ചർ അല്ല പ്രഷർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിക്കുള്ള പ്രഷർ നമ്മളെ സാധാരണ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് പ്രഷർ അളക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയും. അപ്പം നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, വെഹിക്കിൾസിന്റെ ടയറിലെ പ്രഷർ അളക്കാൻ നമ്മൾ ആ വർക്ക്ഷോപ്പിലൊക്കെ ഉണ്ടാവുന്ന മീറ്റർ അല്ലേ, അത് ഈ ഗേജ് പ്രഷർ ടൈപ്പ് വരുന്നതാണ്. അതിനൊരു ട്യൂബ് കാണാൻ നിങ്ങൾ, അത് നമ്മുടെ ഈ എയർ ഫില്ല് ചെയ്യുന്ന നെബിന്റെ അകത്തേക്ക് അല്ലെ അവര് കുത്തിവെക്കും. അത് കഴിഞ്ഞ് ഈ മീറ്ററിന്റെ അടുത്തായിട്ട് ചെറിയൊരു ഹോള് കാണാം, അത് ഓപ്പൺ ഹോളാണ് അത് ആക്ച്വലി. അപ്പൊ അവിടെ അവർ കമ്പയർ ചെയ്യുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈ ടയറിന്റെ അകത്തുള്ള പ്രഷറും കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു പ്രഷർ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ ആണെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ പ്രഷർ അളക്കുന്നതെങ്കിൽ അങ്ങനത്തെ മെഷർമെന്റ് നമ്മൾ പറയുന്നതാണ് ഗേജ് പ്രഷർ. ഓക്കെ, അതായത് നമ്മൾ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ട് പ്രഷർ കാണുന്നതെങ്കിൽ അതിന് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയും. ഓക്കെ, സോ മൂന്നാമത്തെ ടൈപ്പാണ് ഡിഫറൻഷ്യൽ പ്രഷർ. സോ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ഇൻ പ്രഷർ അറ്റ് ടു ഡിഫറെന്റ് പോയിന്റ് ഓഫ് ദ സിസ്റ്റം. അതായത് രണ്ട് ഭാഗത്തും ഒരു സിസ്റ്റത്തിന് ഡിഫറെന്റ് പോയിന്റിലുള്ള പ്രഷർ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയും ഡിഫറൻഷ്യൽ പ്രഷർ. അപ്പൊ അവിടെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് സെയിം മീഡിയത്തിന്റെ തന്നെ രണ്ട് ഡിഫറെന്റ് എൻഡുകളായിരിക്കും, അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് പോയിന്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പം ആദ്യത്തത് വാക്വം ആയിട്ട് കമ്പയർ ചെയ്യും, രണ്ടാമത്തത് അറ്റ്മോസ്ഫിയറായിട്ട് കമ്പയർ ചെയ്യും, മൂന്നാമത്തത് സെയിം മെറ്റീരിയൽസിന്റെ രണ്ട് ഡിഫറെന്റ് ഏരിയാസിലുള്ള പ്രഷർ വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. സോ ഇതാണ് ഡിഫറൻഷ്യൽ പ്രഷർ. ഇതാണ് മെയിൻ കാറ്റഗറി. ഇതല്ലാതെ വേറെയും ചെറിയ ചെറിയ കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് ഈ മൂന്നെണ്ണം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ടൈപ്പ് ഓഫ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ. ഒന്ന് റെസിസ്റ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, തൊട്ട് മുമ്പത്തെ മൊഡ്യൂളുകൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിളും വർക്കിങ്ങും പ്രിൻസിപ്പിളും എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. A transducer whose resistance varies with pressure applied is called resistance type pressure transducer. അല്ലേ, പ്രഷർ കൊടുക്കുമ്പം അതിലെ റെസിസ്റ്റൻസ് മാറിയിട്ട് ആ റെസിസ്റ്റൻസിലുള്ള വ്യത്യാസം നമ്മൾ ഈ പ്രഷറിലെ വേരിയേഷൻ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ആണ് എന്ത്, റെസിസ്റ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രെയിൻ ഗേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊട്ട് മുമ്പത്തെ ക്ലാസ് റെഫർ ചെയ്ത് ഞങ്ങൾക്ക് കാണാം. സ്ട്രെയിൻ ഗേജ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പ്രഷർ ട്രാൻസ്ഡ്യൂസർ. അതായത് റെസിസ്റ്റൻസ് ടൈപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രഷർ ട്രാൻസ്ഡ്യൂസർ ആണത്. അപ്പൊ അതായത് പ്രഷർ അളക്കാൻ വേണ്ടി ഉള്ള ട്രാൻസ്ഡ്യൂസറിൽ അത് മെക്കാനിസം എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്, വാരിയിങ് റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രഷർ അളക്കുന്നത് മാത്രം. അപ്പം അതിനുള്ള എക്സാമ്പിൾ ആണ് സ്ട്രെയിൻ ഗേജ്. സ്ട്രെയിൻ ഗേജ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം മുകളിൽ വീഡിയോസ് ഏതെങ്കിലും റെഫർ ചെയ്താൽ അത് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, രണ്ടാമത്തത് കപ്പാസിറ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ. അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മൈക്രോഫോണിന്റെ എക്സാമ്പിൾ ഒക്കെ ഞാൻ എക്സ്ട്രാ പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടാൽ അത് എന്താണെന്നുള്ളതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ പ്രഷർ അളക്കാൻ വേണ്ടി നമ്മൾ കപ്പാസിറ്റൻസ് വാരിയിങ് വെച്ചിട്ടാണ് നമ്മൾ പ്രഷർ അളക്കുന്നതെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ ആണ് കപ്പാസിറ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ. അപ്പൊ ഇവിടെയും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മൾ പറഞ്ഞതുകൊണ്ടാണ്, ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ മുഴുവൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് a transducer whose capacitance value changes with applied pressure is called a capacitance transducer. ഇപ്പം ചില മൈക്കുകളെല്ലാം കപ്പാസിറ്റൻസ് ട്രാൻസ്ഡ്യൂസർ ആണ്. അതിന്റെ ഡയഫ്രം നമ്മൾ സെറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം പ്രഷർ കൊടുക്കുമ്പോൾ ഈ കപ്പാസിറ്റൻസ് മാറും. നമ്മൾ ആ ഇക്വേഷനൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷനും കാര്യങ്ങളൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോ എ ബൈ എൽ എന്നുള്ളൊരു ഇക്വേഷനൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം കപ്പാസിറ്റൻസിലെ വ്യത്യാസം നമ്മൾ പ്രഷറിലുള്ള വ്യത്യാസം വെച്ചിട്ട് അളക്കാം. പ്രഷറിലുള്ള വ്യത്യാസം നമ്മൾ കപ്പാസിറ്റൻസ് വേരിയേഷൻ വെച്ചിട്ട് അളക്കുന്നതിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. കപ്പാസിറ്റൻസ് ട്രാൻസ്ഡ്യൂസർ ആർ യൂസ്ഡ് ടു മെഷറിംഗ് വെരി ലോ പ്രഷർ. സോ വെരി ലോ പ്രഷർ വരെ സിറ്റുവേഷൻ അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, കപ്പാസിറ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിപ്പം വേറെ പറയുന്നില്ല. ദെൻ മൂന്നാമത്തെ ടൈപ്പാണ് ഇൻഡക്ടൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ.
ഇതും നമ്മൾ ഒരു തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. 2 ടൈപ്പ് LVDT RVDT ഒക്കെ ആയിട്ട് 2 കാറ്റഗറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ. ആ ഇൻഡക്ടൻസ് നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ ഒരു ഫിഗർ ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. ഇൻഡക്ടൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രഷർ കൊടുത്താൽ മാറ്റിയിട്ട് എന്ത് ചെയ്യും, അതിൽ വരുന്ന വ്യത്യാസം നമ്മൾ അളക്കുന്നുണ്ടായിരുന്നു. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആയിട്ട് അളക്കുന്നുണ്ടായിരുന്നു LVDT RVDT. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. Pressure can also be measured using a transducer like LVDT linear variable differential transform and RVDT rotatory variable differential transform. ഈ 2 മെത്തേഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാം ഒരു പ്രഷർ മെഷർ ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രഷർ മെഷർ ചെയ്യാനുള്ള ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്. ഓക്കെ. ദെൻ നാലാമത്തതാണ് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ. അതായത് പീസോ ഇലക്ട്രിക് എഫക്റ്റ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രഷർ അളക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാം, piezoelectric transducer എന്ന് പറയാം. Transducer use piezoelectric sensing element for measuring pressure is called piezoelectric transducer. So piezoelectric material എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സെയിം മെറ്റീരിയലിന്റെ 2 ഭാഗത്ത് പ്രഷറിൽ വ്യത്യാസം വന്നാൽ അവിടെ ഒരു കറണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അവിടെ പ്രഷർ വ്യത്യാസമാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് മീൻസ് പ്രഷർ വ്യത്യാസം അല്ലെ, പ്രഷറിലുള്ള വേരിയേഷൻ. അപ്പോൾ നമുക്ക് പ്രഷർ അവിടെ മെഷർ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ മെറ്റീരിയൽ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ നമ്മൾ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. ഓക്കെ. സോ ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് തൊട്ട് മുമ്പത്തെ കുറെ വീഡിയോസിലായിട്ട് ഇതിനെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവും. ഇനി നമുക്ക് മാനോമീറ്റേഴ്സിൽ നോക്കാം. മാനോമീറ്റർ നമ്മൾ ഇതുവരെ പറയാത്തതാണ്. എന്താണ് മാനോമീറ്ററും അതിന്റെ ഡിഫറെന്റ് ടൈപ്സും ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ. There are many devices for measuring pressures. A manometer is an instrument that uses a column of liquid to measure pressure. So 2 കോളത്തിൽ ലിക്വിഡ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കോളത്തിനകത്ത് ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത് മാനോമീറ്റർ എന്ന് പറയുന്നത്. The measuring is done by balancing the fluid in a column against another column of fluid of non-specific gravity. അതായത് 2 കോളം ഉണ്ടാവും, അതിലെ ഹൈറ്റ്, അതായത് ഒരു 2 കോളത്തിൽ നമ്മളൊരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്യും. ആ ഫ്ലൂയിഡിന്റെ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച് ഫ്ലൂയിഡിൽ അപ്പ് ആൻഡ് ഡൗൺ, അതായത് ഒരു ഹൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മൾ കാണിക്കും തൊട്ടടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പം പ്രഷർ കൊടുക്കുമ്പോൾ ഹൈറ്റിൽ ചെറിയ വേരിയേഷൻസ് വരും. അപ്പം ഈ ഹൈറ്റിലെ വേരിയേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡും അതിന്റെ പ്രോപ്പർട്ടി സ്പെസിഫിക് ഗ്രാവിറ്റിയും ഒക്കെ നമുക്ക് അറിഞ്ഞു വെച്ചാൽ ജസ്റ്റ് ഈ ഹൈറ്റിൽ വരുന്ന പ്രഷർ കൊടുക്കുമ്പോൾ എത്ര ഹൈറ്റ് ഡിഫറൻസ് ആണോ ഈ ട്യൂബിന്റെ അകത്ത് ഫ്ലൂയിഡിൽ ഉണ്ടാകുന്നത് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. എക്സാമ്പിൾ പറയുമ്പോൾ നമ്മുടെ ക്ലിയർ ആവും നിങ്ങൾക്ക്. ഓക്കെ. മാനോമീറ്റർ ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ലോ പ്രഷർ എസ്പെഷ്യലി ഇൻ ഹൈഡ്രോളിക് ലബോറട്ടറീസ്. Manometers can be classified as simple manometer, U-tube manometer or U-type manometer എന്ന് പറയും, well-type manometer, inclined manometer and barometers. നമ്മൾ ഇതിലാകെ നമുക്ക് സിലബസ് ഡിസ്കസ് ചെയ്യുന്നത് U-type മാനോമീറ്ററും അതേപോലെ well-type മാനോമീറ്ററും ആണ്. രണ്ടിന്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ സെയിം തന്നെയാണ്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് U-typeും എന്താണ് well-typeും നമുക്കൊന്ന് നോക്കാം. ആദ്യം U-tube or U-type മാനോമീറ്റർ എന്ന് പറയും. U-tube മാനോമീറ്റേഴ്സ്. യൂട്യൂബ് നമ്മുടെ ഫിലിം കാണുന്ന യൂട്യൂബ് അല്ല, യു ഷേപ്പിലുള്ള ട്യൂബ്, അതാണ് മീൻ ചെയ്തത്. യു ഷേപ്പിലുള്ള ഒരു ട്യൂബ്, അത് വെച്ചിട്ട് ആ ടൈപ്പിലുള്ള ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമ്മൾ മാനോമീറ്റർ ഉണ്ടാക്കുന്നതിനെയാണ് യു ട്യൂബ്. ആ ഷേപ്പ് ആണ് നമ്മൾ യു കൊണ്ട് മീൻ ചെയ്യുന്നത് അവിടെ. ഓക്കെ. മാനോമീറ്റർ ഇൻ വിച്ച് ദ മാനോമീറ്റർ ഫ്ലൂയിഡ് ഈസ് ഫിൽഡ് ഇൻ എ U-shaped tube is called a U-tube manometer. അതാണ് നേരത്തെ പറഞ്ഞത്. ഒരു U-shaped ട്യൂബിന്റെ അകത്ത് നമ്മളൊരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ മാനോമീറ്റർ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് U-tube manometers. Water and mercury are commonly used in manometer fluids. But വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സാധാരണ നമ്മൾ മെർക്കുറി ആണ് ഇതിലെല്ലാം ഈ മാനോമീറ്ററിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ. ഇതാണ് അതിന്റെ ഒരു ഫിഗർ നോക്കുക നിങ്ങൾ. ഇതാണ് ഒരു യു ഷേപ്പിലുള്ള ഒരു ട്യൂബ് കാണാം നിങ്ങൾക്ക്. ഇതിൽ ഈ ബ്ലൂ കളറിൽ ഫില്ല് ചെയ്തതാണ് ഫ്ലൂയിഡ്, മെർക്കുറിയോ എന്തെങ്കിലും ഫ്ലൂയിഡ്, അതിനെ മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറയും. ഓക്കെ. ഇവിടെ നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് ഈ ഫ്ലൂയിഡിന് വരുന്ന ഹൈറ്റ് വ്യത്യാസം നോക്കാം. അപ്പൊ ഇത് വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് P1 P2 കാണുന്നുണ്ടാവും. P1 എന്നാൽ അൺനോൺ പ്രഷർ, നമുക്ക് മെഷർ ചെയ്യേണ്ട പ്രഷറാണ് P1, നമുക്ക് അറിയേണ്ട പ്രഷറാണ്. P2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ ഇത് ട്രാൻസ്മിറ്റിംഗ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ മാനോമീറ്റർ ഫ്ലൂയിഡ്. ഇവിടെ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ടുണ്ട്, അതായത് ഹൈറ്റ് അളക്കാനാണ്.
ഞാനിവിടെ പ്രഷർ കൊടുത്തു, ഈ ഭാഗത്ത് P1 എന്നുള്ളൊരു പ്രഷർ കൊടുത്തു. ഇവിടെ ഓപ്പൺ ആണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണോ അതാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഒരു പ്രഷർ കൊടുക്കുമ്പം ആ പ്രഷർ എന്ത് ചെയ്യും, അകത്തേക്കൊരു ഈ ഫ്ലൂയിഡിന് ഒരു പുഷ് ചെയ്യും അല്ലെ. ആ പുഷ് കൊടുത്തിട്ട് ഈ ഭാഗത്ത്, ഈ യു ഷേപ്പിന്റെ ഈ ഭാഗത്ത് ചിലപ്പം ഇവിടെ മുതലൊക്കെ ഉള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യും, കുറച്ച് താഴേക്ക് പോകും. അതിന് ലെവല് ഇവിടെ കാണിച്ചത്, ഇവിടെ ഉള്ള ലെവല് ഇവിടെ വരെ താഴ്ന്നു. ആ പ്രഷർ കൊടുത്തതുകൊണ്ട് ആക്ച്വലി ഇവിടെ വരെ ഉണ്ടായിരുന്ന ഫ്ലൂയിഡ് എന്ത് ചെയ്യും, കുറച്ച് താഴ്ന്നു. അതെന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ടേക്ക് പോയി ഇവിടെ അപ്പം എന്ത് ചെയ്യും, ഈ കുറച്ച് ഇത് മുകളിലേക്കും പോകും. ഈ എൻഡിൽ രണ്ടാമത്തെ യു ഷേപ്പിൽ രണ്ടാമത്തെ എൻഡിൽ എന്ത് ചെയ്യും, ആ ഫ്ലൂയിഡിന്റെ ലെവൽ കുറച്ച് മുകളിലേക്ക് പോവുകയും ചെയ്യും. അതായത് ഒരു സൈഡിൽ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അത് അവിടെ താന്നിട്ട് മറ്റേ ഭാഗത്ത് എന്ത് ചെയ്യും, അത് കുറച്ച് പൊന്തും. പ്രഷർ കൂടുതലാണെങ്കിൽ, അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ മറ്റേ ഭാഗത്തൊക്കെ എന്ത് ചെയ്യും, പ്രഷർ ലെവൽ ഒന്ന് പൊന്തും, സാധാരണ കാണുന്ന പോലെ. സോ ഇവിടെ എങ്ങനെ മെഷർ ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഈ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, നമുക്ക് അറിയേണ്ടത് P1 ആണ്. ഇവിടെ നമുക്ക് P2 അറിയാം, അറ്റ്മോസ്ഫിയർ പ്രഷർ അറിയാം. അതുപോലെ ഈ ഹൈറ്റ് എത്ര ആണ് ഇതിന്റെ മൂവ്മെന്റ്, അതായത് ലിക്വിഡിന് ഉണ്ടായിട്ടില്ല ഫ്ലൂയിഡിന് ഉണ്ടായിട്ട് മൂവ്മെന്റ് എത്ര എന്നാണ് H മീൻ ചെയ്യുന്നത്. അതായത് പ്രഷർ കൊടുത്തപ്പം ഈ ഫ്ലൂയിഡ് ഈ സൈഡിൽ നിന്ന് എത്ര താഴേക്ക് പോയി, ആ ഡിഫറൻസ്, ഹൈറ്റ് ഡിഫറൻസ് ആണ് H മീൻ ചെയ്യുന്നത്. പിന്നെ ഈ ഫ്ലൂയിഡിന്റെ കുറച്ച് പ്രോപ്പർട്ടിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ P1 ഈസി ആയിട്ട് കാണാൻ പറ്റും ഇക്വേഷൻ വെച്ചിട്ട്. അപ്പൊ അതെങ്ങനെയാ നമുക്കൊന്ന് നോക്കാം. An unknown pressure P1 is applied in one of the leg of the tube. അല്ലെ, നമ്മൾ പറഞ്ഞു P1 എന്നുള്ളത് എന്ത് ചെയ്യും, ആ ഒരു ലെഗിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്തു. സോ ഇറ്റ് കോസസ് എ മൂവ്മെന്റ് ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡ് ഇൻ ദ ട്യൂബ് ടു ദ അതർ ലെഗ് വിച്ച് ഈസ് കെപ്റ്റ് ഓപ്പൺ. അതായത് ആ പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ആ യു ഷേപ്പിന്റെ ഒരു ഭാഗത്ത് നമ്മൾ പ്രഷർ കൊടുക്കുന്നുള്ളൂ, മറ്റേ ഭാഗത്ത് നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ, അതായത് ഓപ്പൺ ആണ് ആ ട്യൂബ്. അതുകൊണ്ട് തന്നെ അവിടെ മൂവ്മെന്റ് അപ്പുറത്തെ ഭാഗത്തേക്ക് എന്ത് ചെയ്യും, ആ ഫ്ലൂയിഡിനൊരു മൂവ്മെന്റ് ഉണ്ടാവും അതർ ലെഗിലേക്ക്. അതായത് പ്രഷർ നമ്മൾ എക്സ്റ്റേണൽ കൊടുക്കാത്ത ലെഗിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ഫിഗർ നോക്കുക നിങ്ങൾ പറയുമ്പോൾ. The movement of the fluid is stopped when the height is sufficiently balanced the pressure exerted by the column of liquid. So ആ ഫ്ലൂയിഡിന്റെ മൂവ്മെന്റ് എത്രത്തോളം ഉണ്ടാവും, അതായത് നമ്മൾ കൊടുക്കുന്ന പ്രഷറിന് ഈക്വൽ ആയിട്ട് മാത്രം എന്ത് ചെയ്യുള്ളൂ, ആ ഫ്ലൂയിഡ് ഒരു ഭാഗം, അതായത് കൊടുക്കുന്ന പ്രഷർ കൊടുക്കുന്ന ഭാഗത്ത് താഴ്ന്നിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് പൊങ്ങുന്നുള്ളൂ. ആ ഹൈറ്റ് സഫീഷ്യന്റ് ആയിട്ട്, അതായത് നമ്മൾ എന്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ കൊടുക്കുന്ന പ്രഷർ ബാലൻസ് ചെയ്യാൻ സഫീഷ്യന്റ് ആയിട്ടുള്ള ഹൈറ്റ് മാത്രമേ അതിന് ഉണ്ടാവുന്നുള്ളൂ. If P2 is atmospheric pressure, then H is direct measurement of P1 and is given by, അതായത് ഹൈറ്റ് കാണാൻ H is equal to P1 minus P2 by rho G. അവിടെ റോ എന്താന്ന് വെച്ചാൽ ആ ഫ്ലൂയിഡിന്റെ റെസിസ്റ്റിവിറ്റി ആണ്. നോക്കാം നമുക്ക്. Then ഡെൽറ്റ പി ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ പി is equal to rho G H എന്ന് കിട്ടും. ഓക്കെ, ഡെൽറ്റ പി എന്ന് നമുക്ക് P1 മൈനസ് P2 ഡെൽറ്റ പി എന്ന് എടുത്തുന്നുള്ളൂ. അപ്പോൾ അവിടെ P2 നമുക്ക് അറിയാം ഓൾറെഡി അല്ലെ. P2 മീൻസ് എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെന്നെ കിട്ടും, പി തന്നെ ആക്ച്വലി കിട്ടും. ഓക്കെ, ഡെൽറ്റ പി is equal to rho G H എന്നാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക, ഇത് വെച്ചിട്ടാണ് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Rho is the density of manometric fluid and G is the acceleration due to gravity. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് റോ നമുക്കറിയാം, അതായത് നമ്മൾ മെർക്കുറി എടുത്താൽ അതിന്റെ ഡെൻസിറ്റി എത്രയാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ വാട്ടർ എടുത്താൽ അതിന്റെ ഡെൻസിറ്റി എത്രയാണെന്ന് നമുക്കറിയാം. G എന്ന് പറഞ്ഞാൽ acceleration due to gravity ആണ്, അത് നമുക്കറിയാം ഓൾറെഡി. ആൻഡ് H എന്ന് പറഞ്ഞാൽ ആ ഫ്ലൂയിഡ് എത്ര ഹൈറ്റ് ഡിഫറൻസ് വന്നു, അതാണ് H. അപ്പം ഈ ഒരു ഇക്വേഷനിൽ ഈ മൂന്ന് കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ, റോ G H കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ എക്സ്റ്റേണൽ കൊടുത്ത P1ന്റെ വാല്യൂ ഈസി ആയിട്ട് കിട്ടും അല്ലെ. ഇത് ആക്ച്വലി ഈ ഇത് ഇക്വേഷൻ മീൻ ചെയ്യുന്നത് P1 മൈനസ് P2 ഈക്വൽ ടു റോ GH ആണ്. P1 ആണ് നമ്മൾ കൊടുത്ത പ്രഷർ, അതാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. P2 എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്, അത് നമുക്ക് ഓൾറെഡി അറിയാം. സോ ദാറ്റ്സ് ഈക്വൽ ടു റോ GH ആണ്. റോ മീൻസ് ഡെൻസിറ്റി ഓഫ് ദ മാനോമീറ്റർ ആണ്, G മീൻസ് അക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ആൻഡ് H നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയുള്ള ആ തൊട്ട് മുമ്പ് കണ്ട ഡിവൈസിൽ ആ സ്കെയിലിൽ നമുക്ക് ഹൈറ്റ് എത്ര മാറിയെന്നുള്ള നമുക്ക് കറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റും. സോ Hഉം കിട്ടും. അപ്പോൾ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് എത്രയാണ് ആ അപ്ലൈ ചെയ്ത പ്രഷർ എന്നുള്ളത് P1ന്റെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക, ഡെൽറ്റ G is equal to rho GH. Okay, that is pressure applied can be measured by knowing the height of the column of liquid and the density of the liquid. അതായത് ഹൈറ്റും എത്ര ഹൈറ്റ് ഡിഫറൻസ് വന്നു എന്നുള്ളതും അതേപോലെ ഈ ലിക്വിഡിന്റെ ഡെൻസിറ്റിയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് G ഓൾറെഡി നമുക്കറിയാം, എത്രയാണ് പ്രഷർ അപ്ലൈ ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ്, ഇതാണ് യൂട്യൂബ് മാനോമീറ്റർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ്
പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഈസിയാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക നിങ്ങൾ. സോ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മാനോമീറ്റർ ആണ് വെൽ ടൈപ്പ്. അതായത് യൂട്യൂബ് പോലെ തന്നെയാണ് ഈ മാനോമീറ്ററും. അതിലൊരു വ്യത്യാസം മാത്രം, നേരത്തെ യു ഷേപ്പിലായിരുന്നെങ്കിൽ ഇതൊരു ഒരു ഭാഗം വെൽ ഷേപ്പാണ്. ഫിഗർ കാണിക്കാൻ ഞാൻ അപ്പോൾ ക്ലിയർ ആവും. എ വെൽ ടൈപ്പ് മാനോമീറ്റർ ഹാസ് എ വെൽ ഓഫ് ലാർജ് ക്രോസ് സെക്ഷൻ ഏരിയ കണക്ട് ടു എ ഗ്ലാസ് ട്യൂബ്. നേരത്തെ യു ഷേപ്പിൽ രണ്ട് ഭാഗം അല്ലെ, യുവിന്റെ രണ്ട് ഭാഗം എന്താണ് ഒരുപോലെ ആയിരുന്നു. ഇവിടെ ഒരു ഭാഗം കുറച്ച് ഡെൻസിറ്റി കൂടിയതാണ്, അല്ലെങ്കിൽ ഏരിയ കൂടിയ ഒരു ഭാഗവും മറ്റേ ഭാഗം ഒരു നേരത്തെ യൂട്യൂബിന്റെ ആ ഒരു ട്യൂബും ആണ് ഉണ്ടാവുക. ഫിഗർ ഒന്ന് നോക്കാൻ നിങ്ങളിപ്പോൾ ക്ലിയർ ആവും. നോർമലി മെർക്കുറി ഈസ് യൂസ്ഡ് മാനോമെട്രിക് ഫ്ലൂയിഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെർക്കുറിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇതാണ് ആ ഫിഗർ. സോ നേരത്തെ വ്യത്യാസം യൂട്യൂബിന് ഈ തല നേരത്തെ പറഞ്ഞ യൂട്യൂബ് പോലെ തന്നെയാണ്, പക്ഷെ ഇവിടെയാണ് ഡിഫറൻസ് വന്നത്. ഒരു വെൽ അല്ലേ, ഒരു കുറച്ചും കൂടെ ഏരിയ കൂടിയൊരു ഭാഗമായിട്ട് ഇവിടെ മാറി. സോ വർക്കിംഗ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. നോക്കുക നിങ്ങൾ, ഇവിടെ ഓപ്പൺ ആണ് ഈ ഏരിയ, അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് ഇവിടെ വരുന്നത്. സോ പി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രഷറാണ്, അൺനോൺ പ്രഷറാണ്. അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മെഷർ ചെയ്യേണ്ടത്. സോ നമ്മൾ ഇവിടെ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ഈ ഫ്ലൂയിഡ്, മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ മുകളിലാണ് നമ്മൾ പ്രഷർ വരുന്നത്. ആ പ്രഷർ കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഈ ഫ്ലൂയിഡ് ഈ ട്യൂബിന്റെ അകത്ത് ഹൈറ്റ് കൂടും അല്ലേ. പ്രഷർ വ്യത്യാസത്തിനനുസരിച്ച് ഹൈറ്റിൽ വ്യത്യാസം വരും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഹൈറ്റ് ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഘടിപ്പിച്ചിട്ടുള്ള സ്കെയിലിൽ നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്തെടുക്കും. നേരത്തെ പറഞ്ഞ ഏകദേശം സെയിം മെക്കാനിസം തന്നെ. ഈ ഷേപ്പ് ഒന്നും മാറിയെന്നുള്ളൂ. മറ്റത് യു ഷേപ്പ് ആയിരുന്നു, ഇതൊരു ഭാഗം കുറച്ചുകൂടെ ഏരിയ കൂടിയ ഭാഗമായിട്ടുള്ളൂ. അപ്പൊ ഇവിടെ പ്രഷർ കൊടുക്കും, നമുക്ക് അറിയേണ്ട പ്രഷർ കൊടുക്കും. ഫ്ലൂയിഡിന്റെ മേളിൽ ഒരു പ്രഷർ വരും. ആ പ്രഷർ വ്യത്യാസം ഈ ട്യൂബിന്റെ അകത്തുള്ള ഫ്ലൂയിഡിന്റെ ഹൈറ്റിൽ എന്ത് ചെയ്യും, ഒരു വ്യത്യാസം വരുത്തും. ആ വ്യത്യാസം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യും, എച്ച് കിട്ടും നമ്മൾക്ക്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രഷർ, അതായത് ഇവിടെ കൊടുത്ത പ്രഷർ എത്രയാന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. The unknown pressure P is applied to the well. ആ ഭാഗത്ത് നമ്മൾ പി എന്നുള്ള പ്രഷർ അപ്ലൈ ചെയ്തു, അതിന്റെ വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. This applied pressure causes the liquid level in the well to fall and the liquid in the tube to rise. അതായത് ആ ഏരിയ കൂടിയ ഭാഗത്തുള്ള ലെവൽ ഒന്ന് തായും, അപ്പുറത്ത് ഇപ്പം എന്ത് ചെയ്യും, അപ്പുറത്ത് ആ ട്യൂബിനകത്തുള്ള പ്രഷർ അല്ലെങ്കിൽ ആ വാട്ടർ ലെവൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലെവൽ എന്ത് ചെയ്യും, മാറുകയും ചെയ്യും. ഒരു ഹൈറ്റ് ഡിഫറൻസ് വരും. ആ ഹൈറ്റ് ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്കെയിലിൽ കാണാൻ പറ്റും. ഓക്കെ, എ സ്മോൾ ചേഞ്ച് ഇൻ ദ ഹൈറ്റ് ഓഫ് ദ വെൽ കോസസ് എ ലാർജ് ചേഞ്ച് ഇൻ ദ ലിക്വിഡ് ലെവൽ ഇൻ ദ ട്യൂബ് അല്ലെ. അതായത് ഈ ട്യൂബിൻ ഈ വെൽ, അതായത് ഏരിയ കൂടിയ ഭാഗത്ത് നേരത്തെ കണ്ടില്ല ഒരുപാട് ഫ്ലൂയിഡ് ഉള്ള വെൽ എന്ന് പറയുന്നത്, ആ ഭാഗത്ത് ഹൈറ്റിൽ ചെറിയ വ്യത്യാസം വന്നാലും അപ്പുറത്ത് എന്ത് ചെയ്യും, ട്യൂബിനകത്ത് ഒരുപാട് വ്യത്യാസം വരും. കാരണം വോളിയം നമുക്ക് ഈക്വൽ ആക്കേണ്ടതുണ്ട് അല്ലെ. അതായത് ഈ പ്രഷർ കൊടുക്കുമ്പം ഈ വെല്ലിന്റെ അകത്ത് പോകുന്ന ലിക്വിഡിന്റെ വോളിയം എന്തായിരിക്കണം, അപ്പുറത്ത് നമുക്ക് കിട്ടണം. അപ്പം രണ്ട് വോളിയം ഈക്വൽ ആക്കാൻ വേണ്ടി അപ്പം ചെറിയൊരു വ്യത്യാസം ഈ വെല്ലിന്റെ അകത്ത് വന്നാലും ട്യൂബിനകത്ത് എന്ത് ചെയ്യും, നല്ലൊരു വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രഷർ പോലും അളക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെൽ ടൈപ്പ് മാനോമീറ്റേഴ്സ് ഉപയോഗിക്കാം. കാരണം ചെറിയൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ചെറിയൊരു പ്രഷറിലുണ്ടാകുന്ന വേരിയേഷൻ പോലും നമുക്ക് ആ ട്യൂബിന്റെ അകത്ത് ഹൈറ്റിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ ഹൈറ്റിൽ നല്ല വ്യത്യാസം വരുത്തുന്നുണ്ട്. നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വ്യത്യാസം വരുത്തും. സോ ചെറിയ ഒരു പ്രഷർ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഈ വെൽ ടൈപ്പ് മാനോമീറ്റർ വെച്ചിട്ട് അളക്കാൻ പറ്റും. ഓക്കെ, സോ ദ ഡിഫറൻസ് ഇൻ ഹൈറ്റ് ക്യാൻ ബി മെഷർഡ് യൂസിങ് എ സ്കെയിൽ ദാറ്റ് ഈസ് കാലിബ്രേറ്റ് ഇൻ ടേം ഓഫ് പ്രഷർ. ആ ഹൈറ്റിലുള്ള ഡിഫറൻസ് നമ്മൾ നേരത്തെ അവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള സ്കെയിലാ വെച്ചിട്ട് കാണാൻ പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും യൂസിങ് ദ ഇക്വേഷൻ P is equal to rho g h. ഇതിൽ റോ ജി എച്ച് ഒക്കെ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിൽ റോന്റെ വാല്യൂ നമുക്കറിയാം, ജിന്റെ വാല്യൂ അറിയാം, എച്ച് നമുക്ക് ആ സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. സോ ഈ ഇക്വേഷന് നമുക്ക് എന്ത് കിട്ടും, നമ്മൾ അപ്ലൈ ചെയ്ത പ്രഷർ എന്താന്നുള്ളത് കിട്ടും നമുക്ക്. ഓക്കെ, സോ ഇത്രയാണ് ഈ മാനോമീറ്റർ, അതിന്റെ രണ്ട് ടൈപ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഞാൻ തരികയാണ്, ഇതിന് നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മാനോമീറ്റർ? അതേപോലെ യു ടൈപ്പും വെൽ ടൈപ്പും നിങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസും ഒന്ന് എഴുതി വെക്കുക. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു ടൈപ്പ് മാനോമീറ്റർ ആൻഡ് വെൽ ടൈപ്പ് മാനോമീറ്റർ, അതിന്റെ കമ്പാരിസൺ ഒന്ന് നിങ്ങൾ എഴുതി വെക്കുക. അപ്പം ഇത്രയാണ് നമുക്കൊന്ന് ടോട്ടൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈസിയാണ് അല്ലെ. പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്താണെന്നാണ് അതിന്റെ ഡെഫിനിഷൻ കാര്യങ്ങളും പിന്നെ അതിന്റെ കുറെ ടൈപ്പും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളൂ ഇവിടെ. ദെൻ മാനോമീറ്റർ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. മാനോമീറ്ററിൽ രണ്ട് ടൈപ്പ്, യൂട്യൂബ് മാനോമീറ്ററും അതേപോലെ വെൽ ടൈപ്പ് മാനോമീറ്ററും. അപ്പം ഇതിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. ആൻഡ് ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഒന്ന്
ഡിഫറൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് മാനോമീറ്റർ, രണ്ടാമത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ യു ടൈപ്പ് ആൻഡ് വെൽ ടൈപ്പ്, മൂന്നാമത് ഒന്നുകൂടി ഇത് വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് മാനോമീറ്റേഴ്സ്. ഇതിന്റെ അപ്ലിക്കേഷൻസും നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്ത്, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആൻസർ ചെയ്തിട്ട് നോട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി ഉള്ള കാര്യങ്ങൾ തൊട്ടടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.